ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്നെ ആരും വിലമതിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല, എല്ലാവരും എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? എന്നോട് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നതാണ്. എൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഞാൻ അവർക്കത് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നതെന്നോ ഒന്നും ആരും ചിന്തിക്കാറേ ഇല്ല. എന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ അതിനുശേഷം അവർക്ക് ഞാനത് ചെയ്തല്ലോ എന്നൊരു നന്ദിയുമില്ല. കാരണം ഞാനത് ചെയ്യേണ്ട ആളാണ് എന്നൊരു ഭാവം എല്ലാവരിൽ നിന്നുണ്ടാകുന്നു. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കേൾക്കുന്ന പലരിലും മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, എന്നെക്കുറിച്ചാണോ പറയുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പല ആൾക്കാരുടെയും കംപ്ലൈൻറ്റ് ഇത് തന്നെയാണ്. കാരണം ഒരു വട്ടം ഒരു ജോലി ഒരാളെ ഏൽപ്പിച്ചാൽ പിന്നീട് ആ ആളെ അതേ ജോലി ഏൽപ്പിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തെല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ് ഏറ്റവും വലുത്. അതിൽ കവിഞ്ഞ് മറ്റുള്ളൊരാളുടെ കാര്യത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സമൂഹ ജീവിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്യണം, നമ്മളെക്കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവസാനം നമുക്ക് ഇങ്ങനെ ഒരു വിഷമമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു എന്ന് തോന്നിയാൽ നമുക്ക് എന്നും അങ്ങനെ നിന്നാൽ പറ്റത്തില്ലല്ലോ. നമുക്കതിൽ നിന്നൊന്ന് മാറണ്ടേ? നമ്മളെങ്ങനെ അത് മാറാൻ സാധിക്കും? അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ കുറ്റക്കാർ നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മാറാൻ ഞാനൊരു 3-4 വഴികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്കുള്ള ഒരു വേലിക്കെട്ടിനകത്ത് നിങ്ങൾക്ക് ആരെയൊക്കെ കയറ്റാം. ഈ പറഞ്ഞതുപോലെ നമ്മളെ ഉപയോഗിക്കുന്നവരെ മാത്രമാണോ അതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവരാണോ എന്നൊക്കെ ഉള്ള നമുക്കൊരു ബൗണ്ടറി കെട്ടുക. നമ്മളോട് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണം എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഓരോരുത്തരെ വിളിച്ച് ക്ലാസ് എടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഏത് രീതിയിലാണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും, ഇയാൾ ഇന്ന കാര്യത്തിനൊക്കെ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല എന്നവർക്ക് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോ പറയാനായിട്ട് പഠിക്കുക എന്ന്. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. എല്ലാവരും പറയാറുണ്ട് നോ പറയാൻ പഠിക്കണമെന്ന്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്ര പേര് നോ പറയുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. എല്ലാ കാര്യത്തിനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. എല്ലാ കാര്യത്തിനും നമ്മൾ നോ പറയണം. ഇപ്പോഴത്തെ ചെറിയ ജനറേഷൻ ഉണ്ടല്ലോ, ന്യൂ ജനറേഷൻ, എല്ലാത്തിനും നോ പറയുന്നത് പോലെ അങ്ങനെയൊന്നല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യത്തിനൊക്കെ നമ്മൾ നോ പറയണം. എങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കണം? നമ്മളോട് ഒരാൾ ഒരു ഉപകാരം ചോദിച്ചു, അത് നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് അത് ചെയ്യുക ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പം തന്നെ പറയണം, എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് പറയണം. പിന്നെ നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അപ്പോഴും നമ്മൾ നോ പറയണം. അതല്ല, അവർ ചെയ്യാൻ പോണ കാര്യങ്ങൾ നമ്മളെയും കൂടെ കുരുക്കിലാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സഹായമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനുമൊക്കെ നമ്മൾ നോ പറയാനായിട്ട് പഠിക്കണം. പിന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മറച്ചു വെച്ച് മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ അമ്മമാർ എത്ര അസുഖം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരത് പറയത്തേയില്ല. കാരണം എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാകുമോ, അല്ലെങ്കിൽ മോന് പരീക്ഷയാണ്, മോക്ക് പരീക്ഷയാണ്, ഹസ്ബൻഡിന് മറ്റേതാണ്, ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അമ്മമാർ അവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്യും. അത് വേറെ കാര്യം, അത് അവർക്ക് മനസ്സിനൊരു സന്തോഷം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പനി പിടിച്ചിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് വേറൊരാൾ പറയുക, ഇത് അവിടെ വരെ ഒന്ന് പോകണം എന്ന്. അപ്പോൾ ആൾക്കാർ എന്നോട് പറയുന്നത്, അവരത്രയും ദൂരെ നിന്ന് അത് വിളിച്ച് പറയുമ്പോൾ എനിക്ക് പനിയാണ്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ എന്ന്. ഒരിക്കലും തെറ്റല്ല. നിങ്ങളുടെ കാര്യം നിങ്ങളത് പറയാൻ തന്നെ പഠിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അതായത് എനിക്കൊരു വില കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർ എനിക്ക് ആ വില തരത്തുള്ളൂ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വില കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ് എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി നടക്കുന്നത്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സാലറി മേടിക്കുന്ന ഒരു അച്ഛൻ അവസാനം പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങാറില്ല. അമ്മ പറയുകയാണ്,
ഞാൻ എനിക്ക് വേണ്ടി കഴിക്കാനൊന്നും വെക്കാറില്ല, കാരണം മറ്റുള്ളവർ കഴിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഇതൊക്കെ നമുക്ക് അപ്പോൾ സന്തോഷം ചിലപ്പോൾ തരുമായിരിക്കും, പക്ഷേ ലോങ് ടേമിൽ ഇതൊക്കെ ആകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് കുറ്റബോധം മാത്രമേ കാണത്തുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, നോ പറയാൻ ശീലിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുക, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വിധത്തിൽ നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥയും വരത്തില്ല, നമ്മളെ വീണ്ടും വീണ്ടും ആളുകൾ ഉപയോഗിക്കത്തുമില്ല. അപ്പോൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിന് നിങ്ങളാണ് റെസ്പോൺസിബിൾ. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് വിഷയം. ബൈ.